ചാലക്കുടി നഗരസഭ സൗന്ദര്യവൽക്കരണം നടത്തുമ്പോഴും നഗരമധ്യത്തിലെ ഐലൻഡ് കാടുകയറുന്നു. പ്രധാന ജംഗ്ഷനായ ട്രാംവേ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ഐലൻഡാണ് കാടുകയറി കിടക്കുന്നത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ചാലക്കുടി നഗരസഭയിലെ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനം. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി നഗരസഭ സൗന്ദര്യവൽക്കരണം നടത്തുമ്പോഴും നഗരമധ്യത്തിലെ ഐലൻഡ് കാടുകയറുന്നു. പ്രധാന ജംഗ്ഷനായ ട്രാംവേ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ഐലൻഡാണ് കാടുകയറി കിടക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇവിടെ ചെടികൾ വയ്ക്കുകയും പൂന്തോട്ടം ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരിചരണമില്ലാതായതോടെ ചെടികൾ ഭൂരിഭാഗവും നശിച്ചു. ചെടിച്ചട്ടികളിൽ പലതും പൊട്ടിക്കിടക്കുന്ന നിലയിലാണ്. ഐലൻഡിനുള്ളിൽ കാട്ടുചെടികളും കയറി. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പലയിടത്തും ചെടിച്ചട്ടികളടക്കം സ്ഥാപിക്കുമ്പോൾ നഗരമധ്യത്തിലെ പ്രധാന ഐലൻഡ് കാടുകയറി നഗരത്തിന് അപമാനമാവുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കരാർ കമ്പനി. വരന്തരപ്പിള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെത്തി തൃശൂർ ഭാഗത്തേക്ക് പോകണം. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അടിപ്പാതയുടെ റോഡ് നിർമ്മാണത്തിനായി കാന തീർത്തതുമൂലമാണ് നിലവിലുള്ള റോഡ് അടച്ച് വാഹനങ്ങൾ തിരിച്ചുവിട്ടത്. ആമ്പല്ലൂരിൽ നിന്ന് വാഹനങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെത്തുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാലക്കുടി ഭാഗത്തേക്ക് പോകണം. സർവീസ് റോഡിലൂടെ എല്ലാ വാഹനങ്ങളെയും കടത്തിവിട്ടതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പാലിയേക്കര ടോൾ പ്ലാസ കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. ആമ്പല്ലൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അധികൃതർ അടച്ചുകെട്ടി. ഇനി മുതൽ ബസ്സുകൾ കുറച്ചു മുന്നിലുള്ള സർവീസ് റോഡിനോട് ചേർന്നാണ് നിർത്തേണ്ടത്. ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തുന്നതും ദേശീയപാതയിൽ തിരക്കിന് കാരണമാകുന്നുണ്ട്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിൻ്റെ കാരണം. എന്നാൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് സാധ്യമാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി നഗരസഭ വിവിധ ഘട്ടങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചവരും ഇപ്പോൾ കൈവശം വെച്ച് താമസിക്കുന്നവരുമായ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. പതിറ്റാണ്ടുകളായി ഗാന്ധിനഗറിൽ താമസിക്കുന്ന വെട്ടുകടവിലെ 19, ഉറുമ്പൻകുന്നിലെ 8 വീതം കുടുംബങ്ങൾക്കാണ് ഉടമസ്ഥാവകാശം നൽകാൻ തീരുമാനിച്ചത്. നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. മാലിന്യ സംസ്കരണം, ഭവന നിർമ്മാണം, റോഡ് നവീകരണം, മോഡൽ റോഡുകളുടെ നിർമ്മാണം, നന്മ ലഹരി തുടർ പ്രവർത്തനങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണം, ടൗൺ ഹാൾ സൗകര്യം വർദ്ധിപ്പിക്കൽ, കലാഭവൻ മണി പാർക്ക് സൗകര്യമൊരുക്കൽ, അംഗൻവാടി കെട്ടിട നിർമ്മാണം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, കർഷക ചന്ത, കമ്മ്യൂണിറ്റി ഹാളുകളുടെ നവീകരണം, ചാലക്കുടി ഫെസ്റ്റ്, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, പാലിയേറ്റീവ് പദ്ധതി, മാർക്കറ്റ് നവീകരണം, പോട്ട കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫുട്ബോൾ രംഗത്ത് ചാലക്കുടിയുടെ അഭിമാനമായിരുന്ന ദേശീയ താരവും ദേശീയ പരിശീലകരുമായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടിയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ വിപുലമായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ണുനീലി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ മത്സര പരിപാടികളിലും നഗരസഭാ കൗൺസിലിന്റെ സഹകരണം ഉറപ്പാക്കാനും തീരുമാനിച്ചു. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. VJ ജോജി, CS സുരേഷ്, ബിജു S ചിറയത്ത്, VO പൈലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകളിലേക്ക്.
കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഹെൽത്ത് സ്ക്വാഡ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നഗരസഭയിൽ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുന്നതിനായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ ചിലവഴിച്ചു വാങ്ങിയ ഹെൽത്ത് സ്ക്വാഡ് വാഹനം നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എസ്. കൈസാബ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ എൽ.സി. പോൾ, ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ, കൗൺസിലേഴ്സ്, ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എന്നിവരും സന്നിഹിതരായിരുന്നു. ചാലക്കുടി കലാഭവൻ സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 27-ന് നടത്തും. 3 കോടി രൂപ ചിലവിലാണ് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയോട് ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഭൂമിയിൽ സ്മാരകം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭ ജൂബിലി ഹാളിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ. അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, CPIM ഏരിയ സെക്രട്ടറി കെ.എസ്. അശോകൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി.ഒ. പൈലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ ലീഡർ C.S. സുരേഷ്, അഡ്വക്കേറ്റ് K.B. സുനിൽകുമാർ, സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ ജനറൽ കൺവീനറായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഗ്രാമിന് ഇന്ന് 195 രൂപ കുറഞ്ഞ് 8610 രൂപയായി. പവന് 1560 രൂപ കുറഞ്ഞ് 68,880 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. രാജ്യാന്തര വിലയുടെ തകർച്ചയാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഏപ്രിൽ 22-ന് പവന് 74,320 രൂപയായിരുന്നു. ഇതുവരെ 5440 രൂപയും ഗ്രാമിന് 680 രൂപയുമാണ് കുറഞ്ഞത്. മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഹനുമാൻ സന്നിധിയിൽ തൃശൂർ ബ്രഹ്മസ്വം മഠം തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്കും ആരൂർ വാസുദേവൻ സോമയാജിപ്പാട്ടിനും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് സ്വാമിയാരുടെ പുഷ്പാഞ്ജലി, ഭിക്ഷവെച്ച് നമസ്കാരം എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഭക്തർക്ക് മാതൃസമിതിയുടെ അന്നദാനം നടന്നു. കൊരട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് പ്രതീക്ഷ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. ക്ലബ് അംഗം ജോർജ് നാൽപ്പാട്ടിന്റെ കൃഷിയിടത്തിൽ നടത്തിയ സംഗമത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. ക്ലബ് അംഗം ജോർജ് മില്ലറ്റ് കൃഷിയെപ്പറ്റിയും നാടൻ കൃഷിയെക്കുറിച്ചും കൃഷിയിടത്തിലെ വിവിധ തരം കൃഷി വിഭവങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി. സെക്രട്ടറി V.S. ജോണി, വൈസ് പ്രസിഡന്റ് T.T. ഡേവിസ്, K.K. ഡേവിസ്, K.O. ജോസ്, M.O. ജോണി, ആൻഡ്രു P.C. എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്വജന സമുദായ സഭ 6ാം സംസ്ഥാന സമ്മേളനം മെയ് 17-18 തീയതികളിൽ പറവൂർ NSS ഹാളിൽ നടക്കും. 17-ന് പ്രതിനിധി സമ്മേളനം രാവിലെ 10:30-ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് P.K. രാജപ്പൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി N.N. രാജൻ റിപ്പോർട്ട് അവതരണം നടത്തും. 18-ന് ഞായറാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സഹോദര സംഘടന ഐക്യ സമ്മേളനം B.S. മാവോജി ഉദ്ഘാടനം ചെയ്യും. P.N. സുകുമാരൻ അധ്യക്ഷനാകും. കലാപരിപാടികളും ഉപഹാര സമർപ്പണങ്ങളും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നടക്കും. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി നഗരസഭ സൗന്ദര്യവൽക്കരണം നടത്തുമ്പോഴും നഗരമധ്യത്തിലെ ഐലൻഡ് കാട് കയറുന്നു. പ്രധാന ജംഗ്ഷനായ ട്രാംവേൻ ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ഐലൻഡാണ് കാട് കയറി കിടക്കുന്നത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ചാലക്കുടി നഗരസഭയിലെ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനം. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.